എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 90-ാം സങ്കീർത്തനം വായിച്ചു കേട്ടാലും അത് മനസ്സിലാക്കാം. സങ്കീർത്തനം 90. തൊണ്ണൂറാം സങ്കീർത്തനം നമുക്ക് വാക്യം ആവർത്തിച്ച് വായിക്കാം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി.
ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആര്? ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ, നല്ല ആരാധന സമയത്തിനായ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി ദൈവം വായിച്ചിരിക്കുന്ന സങ്കീർത്തന ദൈവത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് കർത്താവേ ഇന്ന് ദൈവമേ ഞങ്ങൾക്ക് വിഭാഗിച്ച് ലഭിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളോട് കർത്താവ് തന്നെ സംസാരിക്കുവാൻ ഇടപെടുവാൻ കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്താൻ സഹായിക്കണം. ദൈവരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. തുല്യമേ ജീവിതം വയലിൽ, തുല്യമേ ജീവിതം വയലിൽ, പൂവന്ന പോലിതു പൂക്കുന്നതുലയിൽ, പൂവന്ന പോലിതു പൂക്കുന്നതുലയിൽ, വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക നാമത്തെ പേർന്നു, വാഴ്ത്തുക ശുദ്ധ നാമത്തെ പേർന്നു, പാർത്ഥിവൻ തന്നുപകാരത്തെയോർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെയോർത്തു, വാഴ്ത്തുക നീ മനമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം സഭാരാധനയ്ക്കായി കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ കർത്താവ് നമുക്ക് നൽകിയ തന്നല്ലോ. ഈ പ്രാർത്ഥനയിലും ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ക്രമീകരണം കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ അത് ദൂതന്മാരെ രക്ഷിപ്പാനല്ല യേശു വന്നത്. പിന്നെ ആരെ രക്ഷിപ്പാനാണ്? ആരെയാ? ദൂതന്മാരെ രക്ഷിപ്പാനല്ല അവൻ വന്നത്. അവൻ രക്ഷിപ്പാൻ വന്നത് അബ്രാഹാമിൻ്റെ സന്തതിയെ രക്ഷിപ്പാൻ അത്രയും വന്നത്. ദൂതന്മാരെ രക്ഷിപ്പാനല്ല കർത്താവ് വന്നത്. പിന്നെ ആരെ രക്ഷിപ്പാനാ? അബ്രാഹാമിൻ്റെ സന്തതി. ആദാമ്യ സന്തതി എന്ന് പറയാതെ
അബ്രഹാമിന് സന്ധി എന്ന് പറയാനുള്ള കാരണം എന്താ? രക്ഷിക്കാൻ കഴിയണമെങ്കിൽ അവൻ ആരായിരിക്കണം? അബ്രഹാം സന്ധിയായിരിക്കണം. ഇവനും അബ്രഹാമിൻ്റെ സന്ധിയാകിയാൽ ഇവൻ ഈ ഭവനത്തിന് രക്ഷ വന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ സന്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഭവനം രക്ഷപ്പെടാകൂ. കാരണം എന്താ? അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ അബ്രഹാമാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ അബ്രഹാമാണ്. ആ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളും അബ്രഹാമിൻ്റെ സന്തതികളാണ്. അബ്രഹാമിൻ്റെ സന്തതിക്ക് മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധിക്കൂ. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം മനുഷ്യൻ്റെ ദേഹി എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ആത്മാവെന്ന് പറയുന്നത് അത് അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചതാണ്. അത് വികലമായി പോയതാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ഈ ലോകത്തിലേക്ക് മനുഷ്യൻ വരുമ്പോൾ ആ മനുഷ്യന് 70 സംവത്സരം അല്ലെങ്കിൽ 80 സംവത്സരം ജീവിച്ചതിന് ശേഷം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. മരിക്കുമ്പോൾ എന്താ പുറത്തേക്ക് പോകുന്നത്? ആരാ? ദേഹി പുറത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ രൂപം എന്താ? നമ്മൾ 80 വയസ്സായി അല്ലെങ്കിൽ 70 വയസ്സായി കഴിയുമ്പോൾ നമ്മുടെ ദേഹി പുറത്തേക്ക് ഇറങ്ങി, മരിച്ച് നമ്മുടെ ശരീരം മണ്ണിലേക്ക് പോയി, ജീവൻ നഷ്ടപ്പെട്ട് ദേഹി അവിടെ അതിൻ്റെ ജീവിച്ചതിൻ്റെ ഏത് നിലയിൽ ജീവിച്ചോ അതിൻ്റെ പ്രതിഫലം പറ്റാനും പോയി. ആ പുറത്തേക്ക് ഇറങ്ങുന്ന ദേഹിയുടെ രൂപം എന്തായിരിക്കും എന്നാളും പറഞ്ഞല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ആ ദേഹി ആരെ ആരാധിച്ചുവോ ആ ആരാധിച്ചതിൻ്റെ രൂപമായിരിക്കും അതിൻ്റെ ദേഹി. അത് നോക്കി കഴിഞ്ഞാൽ കുരങ്ങിനെ ആരാധിച്ചത് ദേഹി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ രൂപം എന്തായിരിക്കും? കുരങ്ങിൻ്റെ രൂപമായിരിക്കും. ഇത് കഴിഞ്ഞ് അതിൻ്റെ ഷേപ്പ് അതായിരിക്കും. ആത്മാവ് എങ്ങനെയായിത്തീരും? കുരങ്ങ് പോലെ ഇരിക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ സേവയുള്ളവരുടെ പേപ്പറിലൊക്കെ നമുക്ക് വയ്ക്കാം. ഈ തൃശ്ശൂരൊക്കെ ഉള്ളത് സേവ ഇന്ന സേവ എന്ന് പറഞ്ഞിരുന്നു. നമുക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അവരുടെയൊക്കെ രൂപം ഇപ്പോഴേ തന്നെ ജഡത്തിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. അവരാരാധിക്കുന്ന വസ്തുവിൻ്റെ ഏകദേശം രൂപമായിട്ട് തീർന്നുണ്ട്. അത് അവർക്ക് സമ്മതമാണ്. കാരണം അവരുടെ ദൈവം അതാണ്. അപ്പോൾ ലോകത്തിലേക്ക് വരുമ്പോൾ ലോകത്തിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിലേക്ക് വരുന്ന എല്ലാ മനുഷ്യരും അകൃത്യങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്നു. അവരുടെ ശരീരം മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ അറിഞ്ഞില്ല എങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരാരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരാധിച്ചത് അനുസരിച്ച അതായതൊക്കെ ഉണ്ട്. ആരാധന എന്ന് പറയുമ്പോൾ അനുസരണമുണ്ട്, സ്നേഹമുണ്ട്, അതിലുണ്ട്. ഇങ്ങനെ വിശ്വാസം, സ്നേഹം, അനുസരണം ഇത്രയും കാര്യങ്ങൾ കൂടി അവൻ ആരെയാണ് വിശ്വാസം അർപ്പിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ആളുടെ പടമായിരിക്കും എങ്ങനെ കാണുന്നു ഇയാളുടെ മുഖത്ത് കാണുന്നത്. അപ്പം അതിനേതാ അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാവും. അവയുണ്ടാക്കുന്നവർ അവയെ പോലെ ആവും. പിന്നെ അങ്ങനെയാണ് അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെയല്ല, ആരാധിക്കുന്നതല്ല, ആശ്രയിക്കുന്നു. അപ്പോൾ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിനെ ദൈവമായിട്ട് ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതിനെ സ്നേഹിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രൂപമായിരിക്കും പുറത്തേക്ക് ഇറങ്ങും. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത് ആരാന്നുള്ളത് നമ്മൾ പഠിച്ചു. ആരാ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്? മനുഷ്യരിൽ വിഗ്രഹാരാധന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആകാശ സൈന്യമാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും എങ്ങനെ വശീകരിക്കുന്നു? ഗൂഢമായി വശീകരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ആരാധനയെ കവർന്നെടുക്കുവാൻ. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, എൻ്റെ കൈ സൂര്യൻ ഗമിക്കുന്നത്, ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കൈ എൻ്റെ വായെ ചുംബിച്ചുവെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വശത്തിലേക്ക് അങ്ങ് പോകും. അങ്ങനെ ആകാശ സൈന്യത്തിലേക്ക് ആരാധന തിരിഞ്ഞു പോകുമ്പോൾ അവൻ്റെ ഉള്ളിൽ വരുന്ന ചിത്രമാണ് ഇങ്ങനെയുള്ളതൊക്കെ. അവന് മുമ്പിൽ വിഗ്രഹങ്ങൾ വരും. അങ്ങനെയാണ് ഇസ്രായേൽ ജനം ഇപ്പോൾ അങ്ങനെയായിപ്പോയത്. എന്നാൽ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആ ജനിക്കുന്ന സമയം മുതൽ ഇവൻ മരിക്കുന്നതിന് മുമ്പ്
ഇവൻ്റെ ചെറുക്കൻ്റെ ഈ തലമുറയായിട്ടുള്ള ആരാധന ഉള്ളവരുണ്ട്, തലമുറയായിട്ടുള്ള ദോഷമുള്ളവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു രൂപമുണ്ട്. ആ രൂപത്തോടെ പോകാതെ ഇവൻ്റെ മുഖം ക്രിസ്തുവിൻ്റെ രൂപമായി പോകണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെയും വിളിക്കുക. എന്താ വിളിക്കുന്നത്? നീ ദൈവത്തെങ്കിലേക്ക് തിരിയേ. കാരണം ഇന്ന് നീ മരിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ആത്മാവിൻ്റെ രൂപം എന്തായിരിക്കും? അയ്യോ, അത് നീ ചിന്തിച്ചിരിക്കുന്നില്ല. അത് അതിനെക്കുറിച്ച് വചനം പറയുന്നത് അവർ എന്തിൻ്റെ രൂപ സദൃശമാക്കി മാറ്റിക്കളഞ്ഞു? ക്ഷയമുള്ള മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി, പക്ഷിമൃഗാദി എന്നിവയുടെ രൂപ സദൃശമാക്കി കളഞ്ഞു. അപ്പോൾ നമ്മൾ ലോകത്തിൽ അന്യന്യായവിധികൾ എല്ലാ ജനത്തെയും കൂട്ടി നിർത്തി കഴിയുമ്പോഴാണ് ഇന്ന് നമ്മൾ ഈ ഗ്രഹിക്കുന്നതും നമ്മൾ ഈ ആരാധിക്കുന്നതിനെ വില അറിയുന്നത്. വെള്ളസിംഹാസനത്തിന് മുമ്പിൽ ആബാലവൃദ്ധം ജനം കൂടി നിൽക്കുമ്പോൾ ഈ നോക്കുമ്പോൾ അകലെ നിന്ന് നോക്കുമ്പോൾ മുഴുവൻ കാണുന്നത് എന്തൊക്കെയാണ്? ക്ഷയമുള്ള മനുഷ്യൻ, ഇഴജാതി, നാൽക്കാലി മുഴുവനും നിൽക്കുക. കാരണം ഇത് എല്ലാവരുടെയും എല്ലാ ആത്മാക്കളുടെയും മുഖത്ത് ഏത് പടമാണ്? ഇതുപോലെ ഈ പടങ്ങളാണ്. എന്നാൽ ഒരു കൂട്ടം മാത്രം ദൈവം മുൻകണ്ടിട്ടുള്ള ജനം, ദൈവം മുൻകണ്ടുള്ള, അതുകൊണ്ടാണ് പലരും പറയുന്നത് തീർത്തും ദൈവം മുൻകണ്ടിട്ടുള്ള ജനത്തിന് മാത്രമുള്ള കാര്യമാണ്. എന്താണ്? അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഒരു കൂട്ടം മാത്രം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ കന്നുകാലികളുടെ രൂപവും ഇഴജന്തുക്കളുടെ രൂപവും പക്ഷിമൃഗാദികളുടെ രൂപവുമായിട്ട് ആത്മാക്കൾ ഇങ്ങനെ നിറഞ്ഞ് വെള്ളസ്പാദത്തിൽ നിന്ന് നിൽക്കുമ്പോൾ ഒരു കൂട്ടം ജനത്തിൻ്റെ മുഖത്ത് മാത്രം ആരുണ്ടാകും? ദൈവസ്വരൂപം. ഏതാ ദൈവസ്വരൂപം? ഏതാ? ദൈവത്തിന് രണ്ട് ഇതുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസന് പെടുന്നു. ദൈവരൂപം ഏതാ? ദൈവരൂപം കൊണ്ട് അഗ്നിജാലിക്കത്തോളം കണ്ടുള്ള എന്നെ ദാസരൂപം എന്ന് പറയുന്നോ ഇവിടെ വന്ന് യേശുവിൻ്റെ രൂപം, കർത്താവ് സ്വന്തം. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ഈ തേജസ്കരണത്തിൽ കിട്ടുന്നതാണ് ഈ ദൈവസ്വരൂപം. അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവ മരിക്കുന്നതിന് മുമ്പ്, അവൻ അസ്തമിച്ച് പോകുന്നതിന് മുമ്പ് അവൻ്റെ മുമ്പിൽ അവൻ്റെ മുഖം എങ്ങനെ പ്രകാശിക്കുന്നു? അവർ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അവരുടെ മുഖം അല്ലാത്തവരെ കർത്താവ് പ്രകാരം ഇതിനു വേണ്ടി കർത്താവ് ചെയ്യുന്നതാണ്. ഇന്ന് എന്തൊക്കെ ചെയ്യുന്നു? പ്രത്യാശയെ നശിപ്പിക്കുന്നു. എവിടെ പോയിരുന്നാലും ശരിയാവില്ല, ഒരു പ്രത്യാശയില്ല, എന്നാലും ദൈവത്തെ അന്വേഷിക്കില്ല. പീഡ അനുവദിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. പീഡ ഇതിനൊക്കെ അനുവദിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അതായത് നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവത്തെ അന്വേഷിക്കാനായിട്ടാണ് ആദ്യത്തെ പീഡ. അത് കഴിഞ്ഞാൽ പീഡത്തിന് വേണ്ടിയിട്ടാണ്. ഒരൊറ്റ എണ്ണം അവർക്കില്ല. ചെവി തുറക്കാൻ പീഡ അനുവദിക്കും. പിന്നെ മൂന്നാമത്തെ പീഡയോ മൂന്നാമത്തെ പീഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കാൻ, വചനം കേൾക്കാൻ തക്കുന്ന ചെവി തുറക്കാൻ. മൂന്നാമത്തത് അവസാനത്തതാണ് നീതി ന്യായവും പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയിട്ട് പീഡ അനുവദിക്കും. ഞാൻ നീതി ന്യായവും പ്രവർത്തിക്കുന്നതിൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അങ്ങനെയാണ് ആ പീഡ വരിക. ആ പീഡയുടെ ഗതി പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കർത്താവ് ചോദിച്ചിട്ട് അവസാനം ദൈവത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സൃഷ്ടികർത്താവായ ദൈവത്തെ അന്വേഷിക്കാൻ ഇവൻ എന്ത് വെച്ചു? പീഡ വെച്ച് കഴിഞ്ഞപ്പോൾ അനുസരിക്കാതെ അവൻ എന്ത് ചെയ്തു? ദൈവത്തെ അന്വേഷിക്കാൻ എന്ത് ചെയ്തു? അത് മറന്നു പോരുത്. പീഡ വെച്ച് കഴിഞ്ഞപ്പോൾ എന്ത് വിളിച്ചു? പറ, അയ്യം വിളിച്ചു. അയ്യോ എന്ന് വിളിച്ചു. എന്നാലും ആരെന്ന് വിളിക്കില്ല? എൻ്റെ ദൈവമെന്ന് വിളിക്കില്ല. ജീവിതം മുഴുവൻ അയ്യോ എന്ന് വിളിക്കുക. അവനെ വിളിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത് ചെവി തുറക്കാനായിട്ട് എന്ത് അനുവദിച്ചു? കഷ്ടത അനുവദിച്ചു എന്ത് ചെയ്തു? ഞാനോ മറുത്ത് നിന്നില്ല. അവർ കുറേ പേര് എന്ത് ചെയ്തു? മറുത്ത് ശരിയാവില്ല. അത് എന്തെല്ലാം പീഡ വന്നാലും അവനത് ഇട്ടിട്ട് പോകണമല്ലാതെ ചെവി തുറക്കില്ല, ദൈവത്തിൻ്റെ വചനം കേൾക്കില്ല, അത് തള്ളിക്കളയാം. അവസാനം നീതിന്യായം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇടാം, അതിലും കേൾക്കില്ല. ഇതിൽ ഓരോ ഘട്ടത്തിൽ പരാജയപ്പെട്ടവരാ മുഴുവനും. നീതിന്യായം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു, എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഏറ്റവും അവസാനത്തെ ഘട്ടമാണ്. എന്താ അവിടെ? എന്താണെന്ന് അറിയാവോ? നീതിയുടെ
കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് മനുഷ്യൻ്റെ ഭക്ഷണം, വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം എത്ര തരം? ഒന്നാമത് കഴിക്കുന്ന ഏതാ? പാലാണ്. പാല് നമ്മൾ ഈ വചനം പാലായി തീരണമെങ്കിൽ, ഈ കഴിക്കുന്ന വചനം പാലായി തീരണമെങ്കിൽ ഒരു വ്യവസ്ഥ എന്താ? ഇത് നമ്മൾ കഴിക്കുന്ന വചനം പാലായി തീരണം, പ്രാണന് പാലായിട്ട് കിട്ടണം. കാരണം അതങ്ങനെ തന്നെയല്ലേ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, എൻ്റെ പ്രാണൻ നിന്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെയാവും. അപ്പോൾ പ്രാണൻ എന്ത് കഴിച്ചിട്ടാ? പാല് കഴിച്ചിട്ട്. അപ്പോൾ പാല് കഴിക്കണമെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യണം? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും, അല്ലേ? ഇത്രയും നീക്കിക്കളഞ്ഞതിന് ശേഷം ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് വരും? എവിടെ വരും? പ്രാണനിൽ എന്തായിട്ട് ചെല്ലും? പാലായിട്ട് ചെല്ലും. 1:2 ആകയാൽ എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാവരും ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ വേഗം വായിക്കണം. എത്രാമത്തെയാ? 1:2 ആകയാൽ എല്ലാ ചതിവും സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും വിട്ട് ഒരിക്കലും ഹൃദയത്തിൽ ഈ വക കാര്യങ്ങളൊന്നുമില്ലാതെ നിഷ്കളങ്ക ഹൃദയത്തോടെ ഈ വചനം കേൾക്കുകയാണെങ്കിൽ അതെന്തായിട്ട് ചെല്ലും? എവിടെ? പ്രാണനിൽ പാലായിട്ട് ചെല്ലും. അത് ഒന്നാമത്തെ ഘട്ടമാണ്. ഏറ്റവും ആദ്യമേ തന്നെ മനുഷ്യൻ പ്രാപിക്കേണ്ടുന്ന ദൈവത്തിൻ്റെ വചനം പ്രാപിക്കേണ്ടത് അങ്ങനെയാണ്. രണ്ടാമതോ ആഹാരമായിട്ട് കഴിഞ്ഞാൽ ഇത് പാലായി തീർന്നു. ഇനി ആഹാരമായി തീരണമെങ്കിൽ എന്ത് വേണം? രണ്ട് കാര്യങ്ങൾ നീക്കണം. പറഞ്ഞോ, എല്ലാ ഈർഷ്യയും പിണക്കവും നീക്കണം. ഈർഷ്യ, പിണക്കം. പിന്നെ എത്രയായിരുന്നാലും മനുഷ്യന് വിട്ടുമാകാത്ത ഒരു കാര്യമാണ് ഏതാ? ഈർഷ്യയും പിണക്കവും. ഈർഷ്യ എന്ന് പറഞ്ഞാൽ എവിടെ വസിക്കുന്നതാണ്? മൂടൻ്റെ ഹൃദയത്തിലല്ലോ ഈർഷ്യ വസിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഈർഷ്യയും പിണക്കവും. എന്തെങ്കിലും ചില മനുഷ്യരുണ്ട്, ആരോട് എന്തെങ്കിലും ഒരു പിണക്കുണ്ടെങ്കിലേ ജീവിതം ശരിയാവും, അല്ലെങ്കിൽ പിന്നെ ഒരു രസമില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്നുകിൽ അതിപ്പോൾ ഒരു വഴക്ക് തീർന്നു കഴിഞ്ഞാൽ വേറെ ആരുമായിട്ടുണ്ടാവും. അതൊരു ആത്മാവാദം. കാരണം ശത്രുവിനറിയാം. കാരണം ആ ഈർഷ്യയും പിണക്കവും കൂടി അങ്ങ് പോയി ഇതിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് വീക്ഷിക്കുക? ആഹാരം കഴിക്കുക. അതുകൊണ്ടാണ് അതിന് പറഞ്ഞത്, ഒരാൾ മുന്തിരിച്ചക്ക ചവിട്ടുകയും ബാക്കി പറ നമ്മൾ പ്രവചന പുസ്തകത്തിൽ പറയുന്നത് ഒരാൾ മുന്തിരിച്ചക്ക ചവിട്ടുക. മുന്തിരിച്ചക്ക ചവിട്ടുന്നത് എങ്ങനെയാണ്? പണ്ട് ഇങ്ങനെ അഴി പോലെയുള്ള ചക്കുണ്ട്. ഈ ചക്കിലേക്ക് മുന്തിരി ഇട്ടതിന് ശേഷം അതിൽ കയറി ചവിട്ടുമ്പോൾ ഇതിൻ്റെ ചാറ് ഇതിൻ്റെ അടിയിൽ കൂടെ താഴത്തേക്ക് വരും. അങ്ങനെ ഒരു തോട് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ ചവിട്ടുന്നവൻ ദാഹിച്ചാവാൻ പോവാ. ദാഹം കൊണ്ട് മരിക്കാൻ പോവാ. അപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് കുടിക്കാൻ നിവർത്തിയില്ല. കാരണം അവനത് കിട്ടുന്നില്ല. ഇതുപോലെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വചനം ആയിരക്കണക്കിന് വചനം അറിയാം, പക്ഷെ അവൻ്റെ പ്രാണന് പ്രയോജനമില്ല. അവൻ്റെ പ്രാണൻ എന്ത് ചെയ്യുന്നില്ല? പാല് കിട്ടുന്നില്ല, പിന്നെ ആഹാരം കിട്ടുന്നില്ല. കാരണം ഇതിനകത്ത് ഒന്ന് മുഴുവനും ഏതെങ്കിലും വക്രത ഉണ്ടോ എന്നുള്ളതാണ് നോക്കിയിട്ട് വയ്ക്കാൻ. അതിനകത്ത് ഏതെങ്കിലും സൂത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം ഇതിലാ കിടന്ന അഭ്യാസം മുഴുവൻ. എന്നാൽ ഇതിനോട് എങ്ങനെ എടുക്കണം? അത്രമാത്രം സൂക്ഷിച്ചെടുത്തു കഴിഞ്ഞാൽ വക്രനോട് നീ വക്രത കാണിക്കുന്നു, അല്ലെങ്കിൽ നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു. എത്രമാത്രം അതിനോട് പവിത്രതയോടെ എടുക്കുന്നോ അത്രമാത്രം പവിത്രമായിരിക്കും അത് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ വന്നവർക്ക് വചനം അറിയാൻ പാടില്ലാത്ത വാ തുറന്നാൽ വചനമേ വരുള്ളൂ. പ്രാണൻ എങ്ങനെ ഇരിക്കുന്നു? പ്രാണൻ പാൽ കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. കാരണം അതിൽ എന്തൊക്കെ ഇരിക്കുന്നു? ദുഷ്ടത, അസൂയ, നുണ, ചതി, പിണക്കം, ഇത്രയും കാര്യങ്ങൾ ഇരിക്കുന്നു. രണ്ടാമത് ഈർഷ്യയും പിണക്കം ഇരിക്കുന്നു. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എന്ത് കഴിക്കുന്നു? ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ അപ്പോഴും ഏതായിട്ട് പഠിച്ചിട്ടില്ല. ഞാൻ നീതി ന്യായം പ്രവർത്തിക്കും എന്നുള്ളത് നീതിയുടെ ഇതിൽ പഠിക്കണമെങ്കിൽ ഏറ്റവും ഇതിൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയ ഘട്ടമാണ്. അവനാണ് ഏത് കഴിക്കുന്നത്? കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കും. കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുന്നത് ഏതാണെന്ന് അറിയും? കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുന്നത് പറയുമ്പോഴത്തേക്കും അവന് നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ഈ തഴക്കത്താൽ ഇന്ദ്രിയ ജയം പ്രാപിച്ചവനായിരിക്കണം. അപ്പോൾ നമ്മൾ ചെന്നതിന് ശേഷം ഒരു സാധനം, അരുതാത്തൊരു സാധനം ഭക്ഷണം കഴിച്ച് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അത് വേണ്ടായിരുന്നു തോന്നുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല.
ദൈവിക വളർച്ച പ്രാപിച്ചവൻ എവിടെ എവിടെ തടുക്കും അത്? കേട്ടാ, അതായത് ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവൻ. നിത്യദഹനങ്ങളുടെ അടുക്കൽ ആര് പാർക്കും? എവിടെയാ നിത്യദഹനം? കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ, ഏതാ നിത്യദഹനം? എപ്പോഴും തീയുള്ള സ്ഥലം ഏതാ? എപ്പോഴും തീയാ, സിയോൻ. പിന്നെ ചൂടുള്ള സ്ഥലം ഏതാ? യെരൂശലേം. അപ്പൊ സ്വർഗീയ യെരൂശലേമിൽ കർത്താവിന്റെ അടുക്കൽ എപ്പോഴും എന്താ? തീയാ. പിന്നെ അവിടെ ജീവിക്കണേ. ആ തീ ആർക്ക് ബാധകമല്ല? ദൈവസഭയ്ക്ക് ബാധകമല്ല. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചിരിക്കുന്നത്, യഹോവയുടെ കൂടാരത്തിൽ ആര്? നിത്യദഹനങ്ങളുടെ അടുക്കൽ ആറ് വസിക്കും. ആരാ വസിക്കുന്നത്? കർത്താവിന്. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ. പിന്നെ ദോഷം കാണാതെ വണ്ണം കണ്ണ് അടച്ചു കളയുന്നത്, രക്തപാതത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളതാ അവരുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇന്ദ്രിയങ്ങളിൽ വെച്ച് തന്നെ അത് തടുക്കും. അതാണ് അവൻ്റെ വളർച്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, കട്ടിയായിട്ടുള്ള ആഹാരം എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നീതിയും അനീതിയും തമ്മിൽ അവന് തിരിച്ചറിയാം. ആ ഒരു ഘട്ടം, ആ ഒരു സ്റ്റേജാണ്. അതും ഒരു മനുഷ്യ ജീവിതത്തിൽ വളർച്ചയുടെ ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ കർത്താവ് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നത് നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ചാൽ മതി. നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ കർത്താവിനെ അന്വേഷിക്കാൻ നമുക്ക് കഷ്ടതയുണ്ടായി. നമ്മൾ കർത്താവിനെ അന്വേഷിച്ചു, ചെവി തുളച്ചു, കഷ്ടതയുണ്ടായി, വചനം കേട്ടു. വിശ്വസിക്കാൻ കഷ്ടതയുണ്ടായി, നമ്മൾ വചനം വിശ്വസിച്ചു. അവിടെ നിന്ന് നീതി ന്യായം പ്രവർത്തിപ്പാൻ നമുക്ക് പീഡയുണ്ടായി, നീതി ന്യായം പ്രവർത്തിച്ചു. അപ്പോൾ ഏതായി തീർന്നു? വളർച്ചയായി തീർന്നു. ഇത്രയെല്ലാം ചെയ്താലും വളർച്ച പ്രാപിക്കാത്തവർ എന്നിടത്തേക്കും വളർച്ച പ്രാപിക്കാതെ വരുമ്പോൾ ദൈവം അവരുടെ മുഖം വിരൂപമാക്കി എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് പോകാൻ നേരത്തെ എന്ത് ചെയ്യും? വിരൂപമാക്കി അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നാകാത്ത മുഖമാണ്. അതായത് അവരെ ദൈവം അവരെ തള്ളിക്കളഞ്ഞിരിക്കാൻ അവർക്ക് കറക്കൻ വെള്ളി എന്ന് പേരാകും. അവരെ തള്ളിക്കളഞ്ഞ കർത്താവും അവരിൽ നിന്ന് ഈ മുഖത്തെ വാട്ടം രൂപം മാറില്ല. അവരാണ് ശരീരം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ജനം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇതാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ദൈവം ആരെ രക്ഷിപ്പാനാണ് വന്നത്? അബ്രഹാമിനെ ചിന്തി. എന്താ അബ്രഹാമിനെ ചിന്തിക്കുള്ള പ്രത്യേകത? വിശ്വാസം. എന്താണ് ഈ അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് ലോകത്തിലുള്ളവരുണ്ട്, ലോകത്തിൻ്റെ സന്തതികളായിട്ടുള്ളവരുണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? അബ്രഹാമിൻ്റെ സന്തതിക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിശ്വസിക്കാൻ കഴിയും. മറ്റുള്ളവർക്കോ വിശ്വസിക്കാൻ കഴിയില്ല. അബ്രഹാമിന്റെ സന്തതിക്ക് മാത്രമേ വിശ്വസിക്കാൻ സാധിക്കൂ. മാത്രമല്ല കർത്താവിന്റെ നാമത്തെ വിളിച്ചെടുക്കാൻ സാധിക്കും. മറ്റുള്ളവർ ജാതികളാണ്, ജാതികൾക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാനും കഴിയും. എന്തുകൊണ്ടാണ് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കാതെ വരുന്നത്? കർത്താവ് അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം? ഒരാൾ വിശ്വസിക്കണമെങ്കിൽ അയാൾക്ക് 2 യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? എല്ലാവർക്കും വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. എല്ലാവരും വിശ്വസിക്കോ? പിന്നെ ആരാ വിശ്വസിക്കണ? ആരാ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാകും. ആശിക്കുന്നത് എന്താ? നിത്യജീവൻ ആഗ്രഹിക്കുന്നു. പിന്നെ കാണാത്ത കാര്യങ്ങൾ എന്താ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ജീവി കേട്ടാരും ദൈവത്തിന് തോന്നിയിട്ടുമില്ല. അപ്പോൾ ദൈവം കണ്ടിട്ടുള്ള ജനത്തിന്, അബ്രഹാമിന്റെ സന്തതിക്ക് ഈ 2 ആഗ്രഹങ്ങളുണ്ട്. ഏതൊക്കെയാ? നിത്യജീവൻ ആഗ്രഹമുണ്ട്, ശുഭകാലം കാണണം. അതായത് ഈ പുതിയ യെരൂശലേമിലുള്ള വാസവും, ഇത് രണ്ടുമാണ് അവർക്കുള്ള ആഗ്രഹം. ഇവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ല, അതുകൊണ്ടാണ് ഇവിടെ വന്ന് വേറെ ആരെങ്കിലും ഇതിൻ്റെ കൂടെ ഇവിടെ വന്നപ്പോ ആദാമിനും ഹവ്വയും ദൈവം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ
നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമി നിറയാൻ പറഞ്ഞു. ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞെങ്കിൽ കേൾക്കണേ, ആദാമിനും ഹവ്വയോടും ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി നിറയാൻ പറഞ്ഞു. അങ്ങനെ വന്നെങ്കിൽ യൂദ ജനിക്കുമായിരുന്നോ? സംശയ. യൂദ ജനിക്കോ? ഇല്ല. കാരണം യൂദ ആരാ? നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? അതിലൊരുത്തൻ ഒരു പിശാചാവും. ആ പിശാചാണ് അവൻ. ഇവിടെ വരുന്നതിന് മുമ്പ് ആരായിരുന്നു? പിശാചാണ്. അപ്പൊ അവന് ജനിക്കാൻ അവസരമുണ്ടോ? ഇല്ല. സംശയം വേണ്ട. കർത്താവിന്റെ പുസ്തകത്തിലുള്ളവർ മാത്രമേ ജനിക്കുമായിരുന്നുള്ളൂ. വേറൊരാളിവിടെ ജനിക്കുമായിരുന്നില്ല. എന്നാൽ സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ച് അവരിൽ കൂടി തൻ്റെ പ്രജകളെ ജനിക്കാൻ തക്കവണ്ണം സ്വാധീനിച്ചു. തൻ്റെ പ്രജ എന്ന് പറഞ്ഞാൽ ആരുടെ പ്രജ? പിശാചിന്റെ. അന്ന് അങ്ങനെ ആദാം ഹവ്വ പാപത്തിൽ വീണതോടുകൂടിയാണ് ഈ ലോകത്തിൽ ആര് ജനിക്കാൻ തുടങ്ങിയത്? അതിനും പറ, സർപ്പസന്തതികൾ ജനിക്കാൻ തുടങ്ങി. ആരെ സന്തതികൾ? സർപ്പം. അല്ലെങ്കിൽ ആരെ ജനിക്കുള്ളൂ? ദൈവത്തിന്റെ സന്തതിയെ ജനിക്കുള്ളൂ, അല്ലാതെ ആരും ജനിക്കില്ല. അതാണ് അവിടെ ദൈവ വ്യവസ്ഥ. ഇതോടുകൂടി എന്ത് ചെയ്തോ? സർപ്പസന്തതികൾ ജനിക്കാനായി. സർപ്പസന്തതികൾ ജനിക്കുക. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിക്ക് അപ്പുറത്ത് ശത്രു പ്രവർത്തിച്ചതാക്കാണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കടന്നെങ്കിലും, പക്ഷെ ഇനി അടുത്തത് എന്ത് വേണം? രക്ഷപ്പെടണമെങ്കിൽ അടുത്ത കടമ്പ കിടക്കണം. ഇവൻ ജനിച്ചു എന്നുള്ള ശരിയാ. പിശാചിൽ നിന്ന് ഒരാൾ ജനിച്ച് വളർന്നു വന്ന് കഴിഞ്ഞപ്പോൾ ഈ മറ്റുള്ളവർക്ക് അബ്രഹാമിന്റെ സന്തതിക്ക് 2 ആഗ്രഹമുണ്ട്. ഇവന് ഈ 2 ആഗ്രഹമില്ല. ഏതൊക്കെയാ? ജീവനെ ആഗ്രഹിക്കുന്ന കാര്യവും ശുഭകാലവും. അത് 2 ആഗ്രഹം അവർക്കില്ല. എന്താ കാരണം? അതിന്റെ കാരണം? അവരുടെ പ്രാണനോട് പറഞ്ഞിട്ടില്ല. അത് ഇപ്പൊ നമ്മുടെ പ്രാണനോട് കർത്താവോട് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എവിടെ അവകാശം? ആരൊക്കെ കൂടിക്കാണ് നിങ്ങൾക്ക് അവകാശം തരുന്നത്? ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കും? നിങ്ങളുടെ അവസാനം എങ്ങനെയായിരിക്കും? ഇത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് ലോകത്തെ ഭരിക്കുമ്പോൾ അവിടെ ആരായിരിക്കും നിങ്ങൾ? ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ പുതിയ യെരൂശലേമിലേക്ക് എടുക്കുമ്പോൾ അവിടെ ഈ മനോഹര ദേശത്ത് നിങ്ങൾ ആരായിരിക്കും? അവിടെ എന്തായിരിക്കും അവകാശം? ഇത് മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നതാ? എഴുതപ്പെട്ടിരിക്കുന്നതാ. ഒരു മനുഷ്യൻ എന്ത് തന്നെയായിരുന്നു അവന് പണ്ടേ തന്നെ അവന് പണ്ടേ തന്നെ പേര് വിളിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചു മരിക്കുന്നു. 6:10 സഭാപ്രസംഗം 6:10. ഇത് മറന്നു പോകരുത്. ഒരു മനുഷ്യൻ അവൻ എത്ര ഉയരത്തിൽ ചാടിയാലും അവനെ കുറിച്ച് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ എന്താകുമെന്ന് വിധിച്ചിട്ടുണ്ട്. അതിനപ്പുറം പോവില്ല. നമ്മളെല്ലാവരെയും കുറിച്ചുണ്ട്. അത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പ്രസംഗിക്കുന്നുണ്ടെങ്കിലും, ഇന്ന് ആത്മീയതയിൽ ഭയങ്കരമായി ശോഭിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഈ പുസ്തകത്തിലുള്ളതായിക്കൊള്ളുന്നില്ല. അതൊന്നിനും ഉറപ്പില്ല. ഏത് മനുഷ്യനെ കുറിച്ചും ആദിയോടന്തം ഒരു നിശ്ചയം ദൈവം വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട്. അതാണ് ഇപ്പൊ നമ്മള് ഇവിടെ വന്നതിന് ശേഷം ഒരാള് മാനസാന്തരപ്പെട്ടു വന്ന് സ്നാനപ്പെട്ടു വന്ന് കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു. അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണോ? ന്യായാതല്ലേ? അവൻ പുസ്തകത്തിൽ ഇല്ലാത്തവനാന്നിരിക്കട്ടെ. ഏത് പുസ്തകത്തിന്? സത്യഗ്രന്ഥത്തിൽ. ഒരു പുസ്തകത്തിന്റെ പേരുണ്ട്. ഏതാ? സത്യഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യോടെ എന്താ സംഭവിക്കുന്നത് എന്താന്ന് അതിനകത്തുണ്ട്. അതിനേതാ? സത്യഗ്രന്ഥത്തെ കുറിച്ച് എവിടെ എഴുതിയേക്കണേ? ദാനിയേലിന്റെ പുസ്തകത്തിൽ. ഇപ്പൊ എടുക്കണ്ട. സത്യഗ്രന്ഥത്തിലുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ഇപ്പൊ എനിക്ക് സ്വർഗത്തിൽ ആഗ്രഹിക്കാം, എനിക്ക് അത് കിട്ടുമായിരിക്കും, ഇത് കിട്ടുമായിരിക്കും. ഒരു കാര്യവും വേണ്ട. ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരാള് നോവൽ വായിച്ചുകൊണ്ടിരിക്കുക. ആകാംക്ഷ മൂത്തപ്പോഴത്തേക്കും ഏറ്റവും പുറകിലത്തെ ഭാഗം എടുത്തു നോക്കും. നായകൻ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ കൂടുതൽ വായിക്കുമ്പോഴത്തേക്കും കർത്താവേ, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചപ്പോ പറയുക, കർത്താവേ എൻ്റെ അവസാനത്തെ എന്നോട് അറിയിക്കണമേ, എൻ്റെ അന്ത്യം എങ്ങനെയാണെന്നും അറിയിക്കണം. ഇത് രണ്ടും അതനുസരിച്ചിരിക്കും. അപ്പൊ പുസ്തകത്തിൽ ഇവിടെ വന്നതിന് ശേഷം മറ്റേ പുസ്തകത്തിൽ, അതായത് സത്യഗ്രന്ഥത്തിൽ ഇല്ല. ഇവിടെ വന്നതിന് ശേഷം കാര്യങ്ങൾ വളരെ നീതിമാനും ഒക്കെ ആയിട്ട് ചമഞ്ഞ് വന്നപ്പോഴേക്കും അവൻ്റെ പേര് എവിടെ എഴുതി? ജീവന്റെ പുസ്തകത്തിൽ എഴുതി. ജീവന്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞാൽ എഴുതുന്നത് ദൈവത്തിന്റെ നീതിയാണ്.
എന്നാൽ അവൻ വീണ്ടും മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഈ രണ്ട് ആഗ്രഹം ഇല്ലാതെ അവിടെ വന്നേ. ഏതാഗ്രഹം? ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യാതെയാണ് സൂത്രത്തിൽ ഇതിൽ വന്നിരിക്കുന്നത്. ബുദ്ധിയിലുണ്ട്, ബുദ്ധിയിലുണ്ട്, ഇല്ലാത്ത എവിടെയാ? മനുഷ്യന് ഇച്ഛ വരുന്ന, മനുഷ്യന് ആഗ്രഹം വരുന്ന ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ആഗ്രഹം ഉണ്ടാകുന്നു എവിടെ നിന്ന്? സ്വഭാവം ഉണ്ടാകുന്നു, ആഗ്രഹം ഉണ്ടാകുന്നു എവിടെ നിന്നാണ്? അതൊക്കെ എവിടെ നിന്നൊക്കെ അത് പറഞ്ഞു. ഒരു മനുഷ്യന് ആഗ്രഹം ഉണ്ടാകണം. അതായത് ലഗ്യം ബാധിച്ചവൻ ചങ്ങല ഉരുമി ഒടിക്കും, കല്ലറയിലേക്ക് ഓടും. അവൻ്റെ ആഗ്രഹം ആരുടെയാ? അവനെ ബാധിച്ച ആത്മാവിൻ്റെ. ക്രേത്തർ സർവ്വതാ അസത്യവാദികളും മടിയന്മാരായ പെരുവയർമാരുമാണ്. അവർക്ക് ഈ അതിവർഷത്തുള്ള ആഗ്രഹം എവിടുന്നാണ്? ദേശാധികാരത്തിൽ. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ അവൻ്റെ മോഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന മോഹം ഏതാ? അവരുടെ അപ്പൻ്റെയാണ്. പിതാവിൻ്റെ ആഗ്രഹം അവർക്കുണ്ടാവും. മറ്റൊന്ന്, അവൻ ആ നക്ഷത്രത്തിൽപ്പെട്ടവനാ, ആ നക്ഷത്രത്തിൽ ജനിച്ചവനാ, അവൻ്റെ സ്വഭാവം അങ്ങനെയായിരിക്കും. അപ്പോൾ അവനുള്ള ആഗ്രഹം എവിടെ നിന്ന് വരുന്നതാ? ആകാശ നക്ഷത്രത്തിൽ. ഇപ്പം എത്ര പേരായി? ഏതൊക്കെയാണ് എന്ന് പറഞ്ഞേ? ആകാശ സൈന്യത്തിൽ നിന്ന്, ദേശാധികാരത്തിൽ നിന്ന്, ബാധിച്ച ആത്മാവിൽ നിന്ന്, ഇനി വേറൊരെണ്ണമുണ്ട് യഥാർത്ഥത്തിൽ. ഏതാ? ഇതിനകത്ത് പരദേശിയായിട്ട് പറക്കുന്ന ഒരാളുണ്ട്. ആരാ? അതാ പ്രാണൻ അല്ലെങ്കിൽ ദേഹി. ഇത് പരദേശിയാണ്. ഇതിനൊരാഗ്രഹമുണ്ട്. ഈ ബാക്കിയുള്ള ഈ 4 ആഗ്രഹവും കൂടെ കൂടി വന്ന് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ആഗ്രഹം പാവം വെളിപ്പെടുന്നില്ല. അതിനാഗ്രഹമുണ്ട്. എന്ത് ചെയ്താൽ മതി? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. വേറെ ഒന്നും വേണ്ട, വേറെ ഒരു കാര്യവും വേണ്ട. ആ ദേഹിയുടെ അവസ്ഥ മനുഷ്യൻ ഇത് ശരിക്കും പഠിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരാഗ്രഹമുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും അതിനൊന്നും വേണ്ട. അതിനൊരാഗ്രഹമുണ്ട്. അതിന് നിത്യജീവൻ വേണം. അതുകൊണ്ട് തന്നെ മരണത്തെ ഭയപ്പെടുന്നു. പിന്നെ കർത്താവിനോടൊപ്പം ആ നീതി വസിക്കുന്ന രാജ്യത്ത് കർത്താവിനൊപ്പം വസിക്കും. ഇത് രണ്ടും അതിനാഗ്രഹമുള്ളൂ. പക്ഷെ അതിനെ കൊണ്ടു നടക്കുക. ആരെ കൊണ്ടു നടക്കണേ? ബാക്കി 4 പേരും കൂടി കൊണ്ടു നടക്കുക. ഒരു കണ്ണ് അടച്ച് ഒരു വൃദ്ധൻ ഒരു കണ്ണില്ലാത്ത മനുഷ്യനെ കൊണ്ട് വന്ന് നടക്കുക ഭിക്ഷ തണ്ടാനായിരുന്നു. അങ്ങ് പോകുന്ന വഴിക്കാം. അപ്പോൾ എനിക്കൊരു സോഡ വേണം. ഈ 2 കണ്ണു പറയാൻ പാടാത്ത പറയാം. മറ്റേ ഈ കൂടെയുള്ള ആള് കൊണ്ടു നടന്ന് ഭിക്ഷ തന്നിക്കൊണ്ട് നടക്കുക. നല്ല കാശ് കിട്ടുന്നുണ്ട്. ഇതിന് പ്രയോജനം എന്നാ? ഇതിന്റെ പേരിലാണ് ഈ പൈസ മേടിക്കുന്നത്. ഇതിനെ കൈ പിടിച്ചുകൊണ്ട് നടന്ന് എല്ലായിടത്തും നടന്നതിന് ശേഷം കിട്ടുന്ന കാശ് മുഴുവൻ എടുത്ത് ഇയാൾ ഇഷ്ടം പോലെ ജീവിക്കുക. ഇത് പാവം ഇങ്ങനെ അതിന്റെ പുറകെ നടക്കുക. അങ്ങനെ എനിക്ക് ഗ്യാസ് ഒരു സോഡ വേണം. സോഡയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ആ കടയിൽ നിന്ന് അവിടെ ഒരു പെട്ടിക്കട ഉണ്ടാകും. ഒരു ഗ്ലാസ് വെള്ളം കയറാൻ ഇപ്പം ഇത് കുടിച്ചാൽ മതി. സോഡയ്ക്കൊക്കെ പൈസ എത്രയാണെന്നറിയാം. പാവം അത് മേടിച്ചു കുടിച്ചു. ചോദിച്ചത് ഏതാ? സോഡയാ. കൊടുത്തതോ? വെള്ളമാണ്. ഇതുപോലെയാണ് മനുഷ്യന്റെ പ്രാണൻ. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാണന്റെ ആഗ്രഹം എന്തെന്ന് ഒരു നിമിഷം നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ചുറ്റുമുള്ള കെട്ടുപാടിൽ കൂടി അത് അടിമയായി ഇങ്ങനെ നടക്കുക. ഈ പുറമെ അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഒരു ദിവസം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു കർത്താവിന്റെ ദാസൻ, ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ കർത്താവിന്റെ ദാസൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു വന്ന് അദ്ദേഹത്തിന്റെ മകന്റെ കൈയും കാലും ഒക്കെ പൂച്ചയെ ഓടിക്കും, വട്ടം ഓടിക്കും, കൊല്ലാൻ നോക്കും. എന്താ പറഞ്ഞതിന്റെ കാരണം? ഈ പറയുന്ന ബാക്കി 4 പേര് നിൽക്കുവാണ്. ആർക്കെതിരെ? ഈ പ്രാണനെതിരെ. ആ പ്രാണനൊറ്റ ആഗ്രഹമുണ്ട്. വേറെ ഒന്നും വേണ്ട. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം, വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം, വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീയും സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണം. ഇത്രയും കാലം നീ ഇന്ന് 35 വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത്. നീ 40 വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇത്രയും കാലം
നീ ചെയ്ത ദ്രോഹം മുഴുവനും അനുഭവിച്ചതാരാ? ഈ പ്രാണന. ഇത്രയും കാലം അത് മരണഭയത്തിൽ നടന്നു. ഇന്ന് നീ രക്ഷിക്കപ്പെട്ടു വന്നു. ഇന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവിലേക്ക് വന്നപ്പോൾ ഇത് അങ്ങനെ എങ്ങനെ ഇരിക്കുക? 2 യോഹന്നാൻ 1 ഒന്ന് വായിക്കേ. ഗായോസിന് എഴുതുന്നില്ല. വചനം അറിയാമെങ്കിൽ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം. ഇന്ന് കൂടുതൽ സംസാരിക്കാൻ തൊണ്ടയ്ക്ക് അതുകൊണ്ടായി വേഗം പറയണം. 2 യോഹന്നാൻ പഴയ നിയമത്തിൽ നോക്കല്ലേ. 2 യോഹന്നാൻ 1 അല്ല 3 ഒന്ന് വായിച്ചു. അത് തന്നെ യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 3-ാമത്തെ ലേഖനം 1-ാം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു പോലെ നീ സകലത്തും ശുഭവും നീ ഒന്നും ചെയ്യണ്ടായി. നീ എന്ത് ചെയ്താൽ മതി? നല്ല സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സന്തോഷമായിട്ട് കഴിച്ചു പോവുക. അനന്യാസും സഫീരെ അവരുടെ പ്രാണൻ എങ്ങനെയായിരിക്കും അറിയാമോ? അവരുടെ പ്രാണൻ അത്ര സന്തോഷത്തിലാണ്. കാരണം ഇന്നിപ്പോ ശരീരം വിട്ട് മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോവും. നേരെ കർത്താവിന്റെ അടുക്കൽ സ്വർഗത്തിൽ പോവും. അത്രമാത്രം സന്തോഷത്തിലാണ് പ്രാണൻ. പ്രിയനെ, നിന്റെ ആത്മാവ് അങ്ങനെ ഇരിക്കുന്നു, ശുഭമായിരിക്കുന്നു. അത് പക്ഷെ നീ എന്ത് ചെയ്യണം? അതുപോലെ അത് അറിഞ്ഞ് നീയും ശുഭമായിട്ടിരുന്നില്ല എങ്കിൽ നിനക്ക് വരാൻ പോകുന്ന ആപത്ത് ഭയങ്കര. കാരണം എന്തറിയാമോ? നിരപരാധി അത് പ്രശ്നത്തിലാകപ്പെടും. അവസാനം വസ്തു ആരും വിൽക്കാൻ പറഞ്ഞോ? ആരും പറഞ്ഞില്ല. എല്ലാവരും വിൽക്കുന്ന കണ്ട് താനും വിറ്റ് കൊണ്ടുപോയി. അപ്പോസ്തലന്മാരെ കാൽക്കൽ വയ്ക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചിന്ത. പ്രിയനെ, നിന്റെ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു? ശുഭമായിരിക്കുന്നു. നീ എങ്ങനെ ഇരിക്കണം? വസ്തു വിറ്റപ്പോഴത്തേക്കും ഒരാൾ ശുഭമല്ല. ആരാ? പുറമേ ഉള്ളവൻ. ആത്മാവ് ശുഭമാണ്, പക്ഷെ പുറമേ ഉള്ളവൻ ശുഭമല്ല. ഇത് കൊടുത്ത കുറച്ചെടുത്ത് മാറ്റിയത്, കുറച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം, കാരണം അത് മുഴുവൻ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. 2 പേരും കൂടി ആലോചിച്ചു. ആ പ്രാണന്റെ വേദന കാണും. ആ പ്രാണന്റെ വേദന എന്താ കാരണം? ആപത്തിലേക്കാണ്. ആ പ്രാണൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതെന്തായി തീർന്നു? ഇത് അപകടമാണ്. ഇത് എങ്ങോട്ട് പോകും? ഇത് പാതാളത്തിലേക്കുള്ള വഴിയാണ്. അത് സംഭവിക്കാൻ പോവാ. അങ്ങനെ അവർ 2 പേരും കൂടി ആലോചിച്ചു. ചെന്നു വസ്തു വിറ്റത്തിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചു. ഭാര്യയും ഭർത്താവും കൂടെ ഒത്തു അപ്പോസ്തലന്മാരുടെ ചെന്നു. അനന്യാസേ, പരിശുദ്ധാത്മാവോട് വ്യാജം കാണിക്കാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്താ? ദൈവത്തോട്, മനുഷ്യരോടല്ല നിങ്ങൾ വ്യാജം കാണിച്ചത്, ദൈവത്തോടാണ്. അവിടെ വീണ് മരിച്ചു. ആ പ്രാണന്റെ ദുഃഖം മനസ്സിലാക്കണം. ആ പ്രാണന്റെ ദുഃഖം ഒരു വാക്ക് മതി. നമ്മൾ രക്ഷിക്കപ്പെട്ടവൻ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. അതാണ് വചനം പറയുന്നത്. വേറെ ഒരു ദിക്കിലേക്കും നോക്കണ്ട. ഒരു മനുഷ്യൻ താൻ ഈ യാത്ര എങ്ങനെയാണ്? നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പ്രകാരമാണ്. എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാത അറിയുന്നു. ഞാനൊരു യാത്രയ്ക്ക് പോകാൻ പോവാ. ഞാൻ ഇന്ന് യാത്രയ്ക്ക് പോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് എനിക്ക് ശത്രു ഒരു കണി ഒരുക്കി വെച്ചിട്ടുണ്ട്. പാപത്തിൽ വീഴാൻ ഒരു കണി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പാപത്തിൽ വീഴാൻ ഈ പോകുമ്പോഴേ തന്നെ, ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ദൈവം അറിയാം. കേട്ടാണ് സഹോദരൻ. അതെല്ലാം ജീവിതത്തിൽ അനുഭവം വരുമ്പോഴാണ് അത് പിടിക്കും. എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു പോകരുത്. എല്ലാം ഒരുങ്ങി കഴിഞ്ഞ് പോകാനുള്ള റെഡിയാവുകയും ചെയ്തു. അതിന്മേലുള്ള അനുഭവം, അതിന്മേലുള്ള ദുഃഖം ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ പോകുന്ന യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കർത്താവ് അറിയുന്നു അപകടമാണെന്ന്. ആ അപകടം ആരെ അറിയിച്ചിട്ടുണ്ട്? പ്രാണനെ അറിയിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു? എൻ്റെ പ്രാണൻ, എൻ്റെ ആത്മാവിനുള്ളിൽ വിഷാദമാണ്. കാരണം ഈ പോക്ക്, ഞാനിവിടെ ശുഭമായിട്ടിരിക്കുക. ഈ മനുഷ്യൻ എങ്ങോട്ടാ പോകാൻ? ഈ മനുഷ്യൻ പാപത്തിലേക്ക് പോവുക. അത് ഇരുന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുക. ചെന്നു ഇത്രയ്ക്ക് രണ്ടാമത്തോട് വന്നു. സഫീരയും വന്നു. സഫീരെ, ഇത്രയ്ക്കാണോ നീ ഈ സ്ഥലം വിറ്റേ? അതെ, ഇത്രയ്ക്ക് തന്നെ. ആ പ്രാണന്റെ വേദന മനസ്സിലാക്കണം. അതാണ് മനുഷ്യൻ വചനം പറയുന്നത്. നീതിമാനായവൻ തൻ്റെ പ്രാണന്റെ അവസ്ഥ മനസ്സിലാക്കും. ഒരു നീതിമാന്റെ ലക്ഷണം,
ഒരു നീതിമാൻ വർഷം എല്ലാവർക്കും ദാനം ചെയ്യുന്നു, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഇടപെടുന്നു. ഇതൊന്നും അല്ല നീതിമാന്. ഒരു നീതിമാൻ ഒന്നാമത്തെ കാര്യം, അവൻ നീതിമാനാണെങ്കിൽ അവൻ ഏതറിയുന്നു? പ്രാണന്റെ അനുഭവം. ഞാൻ ഇതാ ഒരു ഏർപ്പാടിന് പോവാ, ഞാൻ ഒരു തൊഴിലിന് പോവാ. ഞാൻ ആ തൊഴിലിന് പോകുമ്പോൾ ഞാൻ ബന്ധനപരമുള്ളവൻ്റെ അടുക്കലല്ല പോകേണ്ടത്. ഏറ്റവും ആദ്യമേ തന്നെ എൻ്റെ പ്രാണന്റെ അവസ്ഥ നോക്കണം. എൻ്റെ പ്രാണന്റെ അവസ്ഥ, ഞാൻ ഈ വഴിക്ക് പോവുകയാണ്, കർത്താവ് എന്തെങ്കിലും അപകടമുണ്ടോ? അപകടം ഉണ്ടെങ്കിൽ നീ നിശ്ചയമായിട്ടും വീണ്ടെടുത്ത എൻ്റെ പ്രാണനെ അറിയും. വീണ്ടെടുത്ത എൻ്റെ പ്രാണനെ അറിയും. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രാണൻ എങ്ങനെ ഇരിക്കണം? നീ യാത്ര പോകുമ്പോൾ എങ്ങനെ ഇരിക്കണം? ശുഭമായിരിക്കണം. അപ്പോൾ ഈ യാത്ര പോകുമ്പോൾ, ഈ യാത്രയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ പ്രാണൻ ശുഭമായിരിക്കുന്നുവെങ്കിൽ ഈ കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെയാണ്. ഇതറിയുന്നവനാണ് ആര് എന്ന് പറഞ്ഞേ? നീതിമാൻ. ഇതറിയുന്നവനാണ് നീതിമാൻ. അവനാണ് നീതിമാൻ. അവനെയാണ് നീതിമാൻ. ആ നീതി കൊണ്ടാണ് നമുക്ക് പ്രയോജനം. അല്ലാത്ത നീതി കൊണ്ട് നമ്മൾക്ക് വരില്ല. ലോകം മുഴുവൻ നീതിമാനായിട്ട് അറിയപ്പെട്ടു. ലോകം മുഴുവനും നമ്മെ ശ്രേഷ്ഠന്മാരായിട്ട് എണ്ണി. പക്ഷേ നമ്മുടെ ആപത്ത് നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമുക്കെന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് കർത്താവ് അതിന് പറയുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീയും സകലത്തിന് ശുഭമായിരിക്കണം. കർത്താവിന് സ്തോത്രം. അവിടെയും ജയിച്ച് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ശുഭമായിട്ടൊക്കെ ഇരിക്കുക. എന്നാൽ സമയമായപ്പോൾ ശുശ്രൂഷയൊക്കെ അവസാനിക്കാനുള്ള സമയമായപ്പോഴേക്കും യൂദയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ മായ്ച്ചും പോയിട്ടുണ്ട്. അവന് സമയമായപ്പോഴേക്കും യൂദയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം. ഏത് സ്ഥലത്തേക്ക് പോകണം? നമുക്കെല്ലാവർക്കും ആ സ്ഥലം ഉള്ളതാണ്. ഏത് സ്ഥലമാണെന്നറിയാമോ? നമുക്കെല്ലാവർക്കും ഒരു സ്ഥലം മനോഹര ദേശത്തും അല്ലെങ്കിൽ ആത്മീയ മണ്ഡലങ്ങളിൽ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു സ്ഥലത്തേക്ക് നമുക്ക് സ്വർഗീയമായിട്ടുള്ളൊരു അവകാശമുണ്ടെങ്കിൽ, ആത്മീയ മണ്ഡലത്തിൽ അവകാശമുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി എവിടെ വെച്ച് ചെയ്യണം? അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ ചെയ്യണം. അത് അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ അങ്ങ് ഉണർന്നതിന് ശേഷം ആ പ്രവൃത്തിക്ക് പോവുക. ഇന്നുവരെയും ഞാൻ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത ആ പ്രവൃത്തിക്ക് പോകാൻ പോവുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യൂദ എങ്ങോട്ടാ പോയി? സമയമായപ്പോൾ കർത്താവിനോടൊപ്പം ശിഷ്യനായി നടന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി, കളവ് നിർത്തിയില്ല, പണസഞ്ചിയിൽ നിന്ന് എടുത്തു വന്നു. അവൻ കള്ളനാണ്, ഇതൊക്കെയും ആ ദൈവാത്മാവ് സാക്ഷ്യം പറഞ്ഞു. ഒടുവിൽ അവൻ എങ്ങോട്ട് പോകാനാ? അപ്പോസ്തലരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 24 1:24 സകല ഹൃദയങ്ങളെയും അറിയുന്നവനായ കർത്താവേ, കർത്താവ് എങ്ങോട്ട് പോകണ്ടേന്? തൻ്റെ സ്ഥലത്തേക്ക്. അപ്പോൾ ഒരു സ്ഥലം ആർക്കുണ്ട്? എനിക്കൊരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്ഥലമുണ്ട്. അതുപോലെ യൂദയ്ക്കും ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് നമ്മൾ തിരക്കിട്ട് ഒരു കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും, അയ്യോ നീ എന്നാ നിൽക്കുന്നേ? നിന്നെ ഒരു കാര്യത്തിന് പറഞ്ഞു വിട്ടിട്ട് നീ ഇവിടെ നിൽക്കുന്നത് എന്താന്ന് ചോദിച്ച് പെട്ടെന്ന് എടുത്ത് പോകുന്നത് പോലെ ഒരു മനുഷ്യന്റെ ജീവിതം അസ്തമിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ തൻ്റെ സ്ഥലം എവിടെയാണോ അവിടത്തേക്കുള്ള ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് പെട്ടെന്ന് അങ്ങ് പോകും. ഇവൻ എന്ത് ചെയ്തു? തൻ്റെ സ്ഥലത്തേക്ക് പോകാനായിട്ട് ശിക്ഷനായിട്ട് ഇരുന്നാൽ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. കാരണം ഇവന്റെ പേരെവിടെയില്ല, നീതിമാന്മാർ കൂടെയില്ല എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു പുസ്തകത്തെ അതിന്റെ പേര് പറഞ്ഞു, സത്യഗ്രന്ഥത്തിലില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥലവും സമയം വന്നപ്പോഴേക്കും സത്യഗ്രന്ഥത്തിൽ ഇവന് സ്ഥലം എഴുതിയിരിക്കുന്ന സ്ഥലം മോശമാണ്. കാരണം കർത്താവ് പറഞ്ഞു, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ ആ മനുഷ്യന് നന്നായിരുന്നു. അപ്പൊ പോകുന്ന സ്ഥലം എന്ത് ഭയങ്കര, പോകുന്ന സ്ഥലം എത്ര മോശമാണ്.
അവിടെയാണ് അവന് സ്ഥലം വെച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ആരാധന വരുന്നു, പ്രാർത്ഥന ഉണ്ടാകുന്നു, തിരുവത്താശ്രമം എടുക്കുന്നു, അഭിഷേകം പ്രാപിക്കുന്നു, കൃപാവരങ്ങൾ നടത്തുന്നു, ഇതെല്ലാ കാര്യങ്ങളും നടത്തും. പക്ഷെ അവർ ഭൂമിയിൽ വന്നതിൻ്റെ ഒരു ഉദ്ദേശം അത് പൂർത്തിയാക്കാനായിട്ട് അവരുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് അവർ പെട്ടെന്ന് ആ വഴിക്കങ്ങ് തിരിയും. കർത്താവിന് സ്തോത്രം. അവിടെയാണ്, ആ സമയമാണ് എഴുതിയിരിക്കുന്നത് എവിടെയെന്ന് അറിയുന്നത്. സത്യഗ്രന്ഥത്തിൽ യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എവിടെയെന്ന് അറിയുന്നതാണ്. അതിനെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. എവിടെയൊക്കെ യൂദ എത്ര കടമ്പ കടന്നു അവിടെ എത്തി. കർത്താവ് ഭൂമിയിൽ ദൈവമക്കളല്ലാതെ വേറെ ആരും ജനിക്കില്ല എന്ന് വെച്ചിരുന്നു. മനുഷ്യനെ പാപത്തിൽ വീഴിച്ച് മനുഷ്യ ജന്മം എടുത്തു. ആരുടെ? യൂദ. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് ശിഷ്യനായിട്ട് വേർതിരിക്കുമ്പോഴേക്കും തനിക്ക് പ്രിയമുള്ളവരെയും നീതിമാന്മാരെ ചെയ്യുള്ളൂ. അതിൻ്റെ ഇടയിലും ആ സമയമാകുമ്പോഴത്തേക്ക് അങ്ങനെയാണ്. ദൈവം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തന്നെയും ആ സമയമാകുമ്പോൾ ഒരു നീതിപ്രവൃത്തിയൊക്കെ ചെയ്ത് ദൈവത്തിന് മുമ്പാകെ ശത്രു വാദിക്കും. അവൻ പിന്നെ കുഴപ്പം, ഇപ്പോൾ നല്ല മനസ്സാത്ര, അവൻ എല്ലാ കാര്യത്തിലും ഇപ്പോൾ സൂക്ഷിച്ചാണ് പോയിക്കൊണ്ടിരിക്കണേ, അവനെയും കൂടെ കയറ്റണം എന്ന് അപ്പുറത്തൊന്ന് ആത്മീയമുണ്ടെങ്കിൽ വാദിക്കാൻ ശത്രുവുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ ശിഷ്യനായി. എത്രാമത്തെ കടമ്പ കിടന്നു? 2 കടം. എവിടെ എഴുതി? ജീവന്റെ പുസ്തകത്തിൽ എഴുതി. എവിടെയില്ല? എത്ര കടമ്പ കടന്നു? ജനിച്ചു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി, കർത്താവിനോടൊപ്പം വന്നു. കർത്താവ് 12 ശിഷ്യന്മാരിൽ ഒരാളായിട്ട് തീർന്നു. സമയമായപ്പോഴേക്ക് അവരുടെ പ്രവൃത്തി മുഴുവനും അവരുടെ ജീവിതത്തിൽ കടന്നു. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ജീവിതം കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കർത്താവിനെ നാം ഉച്ചരിക്കുന്നത് ഒരിക്കലും അനീതി ചെയ്യാൻ പാടില്ല. കർത്താവിനെ നാം ഉച്ചരിക്കുന്നതല്ല, സകല അനീതിയും വിട്ടകന്നുകൊള്ളണം. സകല നീതി. അതുപോലെ തന്നെ മുഷിഞ്ഞു പോകരുത്. എന്ത് ചെയ്തിരിക്കരുത്? മുഷിഞ്ഞിരിക്കരുത്. ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മനുഷ്യൻ അകപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴേക്കും അവൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് വേണ്ടി പെട്ടെന്ന് അവനെയും കൊണ്ട് പോകും. അതാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീയും സകലത്തിലും ശുഭമായിരിക്കും. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് നമ്മെ കൂട്ടിവരുത്തി ഇന്ന് നമ്മുടെ പ്രാണന് വേണ്ടത് നൽകി, രക്ഷ നൽകി, നമ്മുടെ പ്രാണനെ എങ്ങനെ വെച്ചിരിക്കുക? ശുഭമായിട്ട്. ഇന്ന് മുതൽ അതൊരു പ്രാർത്ഥനയായിരിക്കണം. എന്താ പ്രാർത്ഥന? ഞാനൊരു കടയിൽ 100 രൂപയുടെ സാധനം മേടിക്കാൻ പോകാതിരിക്കട്ടെ. ഒരു 100 രൂപയുടെ സാധനങ്ങൾ കടയിൽ നിന്ന് മേടിക്കാൻ പോവാം. അപ്പോഴും നോക്കിക്കൊള്ളണം. എവിടെ നോക്കിക്കൊള്ളണം? സ്വന്തം പ്രാണനില്ലേ. കർത്താവേ, അത് ശുഭമായിട്ടാണ് ഇരിക്കുന്നത്. അത് ശുഭമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിനക്കത് പ്രസാദകരമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോകാൻ അനുവാദം കർത്താവിനോട് ചോദിക്കണം. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന ജനമാണ് ഈ കാലങ്ങളിൽ അവൻ്റെ കർത്താവ് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. ശുദ്ധീകരിച്ചതിന് ശേഷം അവരുടെ ശുശ്രൂഷ കഴിച്ച് കഴിയുമ്പോൾ അവരുടെ മുഖം എങ്ങനെയാകുന്നു? കർത്താവിൻ്റെ സ്തോത്രം. റോമാലേഖനം 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയായിരിക്കുന്നു. എങ്ങനെ? അവന്റെ സ്വരൂപത്തോട്, ക്രിസ്തുയേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിക്കപ്പെട്ട ഒരു കൂട്ടം, ഒരൊറ്റ കൂട്ടം, അവരെയാണ് കർത്താവ് നിരൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാധനയിൽ കൂടി, ദൈവസന്നിധിയിലുള്ള ക്രമീകരണത്തിൽ കൂടി അവരെ കർത്താവ് നടത്തിക്കൊണ്ട് വരുമ്പോൾ ഇതാ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ വചനപ്രകാരം ഇതാ കർത്താവിന് മുമ്പാകെ നാം നിൽക്കേണ്ടുന്ന ദിവസം വരികയാണ്. ആ കർത്താവിൻ്റെ ദിവസത്തിൽ വചനം പറയുന്നത്
അവൻ താൻ ഇരിക്കുന്നത് പോലെ നാം അവരെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാണ്. നാം അവനോട് സദൃശന്മാരാണ്. കർത്താവിന് സ്തോത്രം. അതാണ് ഒരു ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. ആ പ്രത്യാശയിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും. എന്നാൽ അല്ലാത്തവരെ സംബന്ധിച്ചാണ് വചനം പറയുന്നത്, അവർ ഉറക്കം പോലെയത്രേ, നീ അവരെ എന്ത് ചെയ്യുന്നു? ഉറക്കം പോലെയത്രേ, നീ അവരെ ഒഴുക്കിക്കളയുന്നു. ഉറങ്ങുന്നവർ ആരാ? ഉറങ്ങുന്നവര് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. മനുഷ്യൻ പാപമോചനം ഭവിക്കാത്തത് മുഴുവനും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഉറങ്ങിക്കൊണ്ടിരിക്കുക. നാളെ കർത്താവിൻ്റെ ന്യായവിധി ദിവസത്തിൽ വരുമ്പോൾ ഒന്നും അറിഞ്ഞില്ല. കാരണം അന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നില്ലായിരുന്നു. എന്താ കാരണം? കർത്താവിനെ അന്വേഷിച്ചില്ല, കർത്താവിനെ അറിഞ്ഞില്ല. കർത്താവ് ആകെ ഉറങ്ങുന്നവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തുവിൻ്റെ മേൽ പ്രകാശിക്കും. ഉറങ്ങുന്ന ആരാ? മരിച്ചതാണ്. ആ അവസ്ഥയിൽ ഒരു മനുഷ്യൻ ആയിരുന്നാൽ അവനെ ഒഴുക്കിക്കളയും. അവർ ഉറക്കം പോലെ. നമ്മൾ വായിച്ച സങ്കീർത്തനം 90 സംഗീതത്തിന്റെ 3-ാം വാക്യം വരുന്നു. വായിച്ചു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചെയ്തവരാക്കുന്നു, മനുഷ്യത്വമായ തിരികെ വരുമെന്ന് അരുളി ചെയ്യുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്ര. എന്നാൽ എല്ലാവരെയും കർത്താവ് മടക്കി വിളിക്കുന്ന ദിവസം, ഈ ലോകത്തിൽ അവരുടെ ആരാധന എങ്ങനെയാകുന്നുവോ ആ ആരാധന അനുസരിച്ച് അവരെ ആരെ ആരാധിച്ചുവോ, ആരെ അനുസരിച്ചുവോ, ആരെ വിശ്വസിച്ചുവോ ആ വിശ്വാസവും അനുസരണവും ആരാധന അനുസരിച്ച് അവർ തങ്ങളുടെ ആത്മാവിൽ പ്രകാശിക്കുകയും തങ്ങളുടെ ആരാധന വസ്തുവിനെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം വരികയാണ്. അന്ന് ലജ്ജിച്ചു പോകാതെ വണ്ണം കർത്താവിന്റെ ജനം എഴുന്നേറ്റ് പ്രകാശിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിലായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു എൻ്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ